വനംവകുപ്പ് കസ്റ്റഡിയിലിരിക്കെ മർദ്ദനമെന്ന മൂവാറ്റുപുഴ സ്വദേശിയുടെ പരാതിയിൽ പോലീസ് കേസ്. മുക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് കേസ്. ജൂലൈ 24 ജിബിൻ ജോസിന് മർദ്ദനമേറ്റത്. പീരുമേട് RRT ഓഫീസിനോട് ചേർന്നുള്ള മുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നാണ് പരാതി. 24/7 പീരുമേട് പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറയുന്ന DDയുടെ ഓഫീസ് അവിടെ ഹാജരാവാൻ പറഞ്ഞു. ഏകദേശം ഒരു 4 മണി വരെ എന്നെ അതിൻ്റെ അകത്തിരുത്ത് ഇവരെ പല രീതിയിൽ ഹറാസ് ചെയ്തു. പല കാര്യങ്ങൾ അവർ പറയും പോലെ എഴുതാൻ പറഞ്ഞു. പലവട്ടം പേന എൻ്റെ അടുത്ത് തന്ന് ഞാൻ എൻ്റെ കാര്യങ്ങൾ എഴുതുമ്പോൾ അതങ്ങനെയല്ല ഇങ്ങനെ എഴുതണമെന്ന് പറഞ്ഞ് എന്നോടത്ത് പലയിടത്തും നിർബന്ധിച്ചു. ഞാനത് എഴുതാൻ കൂട്ടാക്കിയില്ല. എന്നോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു തന്നാലും നീ എഴുതി തന്നുണ്ടോ, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ടുപോവാണ്, നിന്നെ ഒന്നും വീട്ടിലേക്കൊന്നും വിടില്ല എന്നുള്ള രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്തി. അതിനുശേഷം എൻ്റെ മുഖത്തടിച്ചു ജീപ്പിൽ വെച്ച് തന്നെ. അതിനുശേഷം എന്നെ വിചാരണമായ ഒരു കാട് വഴിയിലൂടെ എന്നെ കൊണ്ടുപോയി ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു ഓഫീസിലേക്ക് ഒരു ക്ലിയറൻസ് ഇല്ലാത്തൊരു റൂം, അതായത് അലക്കുളത്തായി കിടക്കുന്ന ഒരു റൂം. ആ റൂമിൽ കയറ്റി അവിടെ ഒരു ഡെസ്ക് ഉണ്ട്. ഉദ്യോഗസ്ഥരെ വട്ടം കൂടി വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഒപ്പിട്ടോ, പാട് കാണാണ്ട് ഇടിക്കുന്ന എങ്ങനെയാണെന്ന് നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിരൽ കൊണ്ട് പല ഭാഗത്തും എന്നെ കൊണ്ട് കുത്തി. ഇപ്പം എൻ്റെ പുറത്തും മുഖത്തും എല്ലാം അടിക്കുകയും എന്നോട് എഴുതാൻ പറഞ്ഞു, ഇന്ന രീതിയിൽ എഴുതാൻ പറഞ്ഞു. ഞാനങ്ങനെ എഴുതാണ്ട് എൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ എഴുതുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി. അതിനുശേഷം ഇവരപ്പം തന്നെ ബലമായിട്ട് 3-4 പേര് വീണ്ടും വന്ന് എന്നെ ഉപദ്രവിച്ച് എൻ്റെ കയ്യെ പിടിച്ച് എൻ്റെ തമ്പ് ഇംപ്രഷൻ വേറെ 3-4 പേപ്പറുകളിലായിട്ട് ഒപ്പിടിയിച്ചു, കുറേയധികം പേപ്പറുകളിൽ. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ മട്ടന്നൂർ, നടന്ന മർദ്ദനമാണിപ്പോൾ മൂവാറ്റുപുഴ സ്വദേശി വിവരിച്ചത്. ഈ കേസിൽ ഇപ്പോൾ എന്തായി? നടപടികളിലേക്ക് കടന്നോ പോലീസ്? സുജയ, ഇപ്പോൾ നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ഇക്കഴിഞ്ഞ ജൂലൈ 24 സംഭവം. 1 വർഷം മുൻപ് ഈ കോട്ടയം ജില്ലയിലെ മുക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ 2 മ്ലാവുകളെ കൊന്നു എന്ന കേസിലാണ് ജിബിൻ ജോസ് അടക്കം 6 പേരെ വനംവകുപ്പ് പ്രതിയാക്കിയത്. ഇതിൽ ജിബിൻ ജോസ് കോടതിയെ സമീപിക്കുകയും ഇതിൽ തെളിവുകളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നൽകുന്നു എന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഇക്കഴിഞ്ഞ ജൂലൈ 24 ഇടുക്കി ജില്ലയിലെ പീരുമേടുള്ള ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവിടെ ചോദ്യം ചെയ്യലും മറ്റും കഴിഞ്ഞ് വൈദ്യപരിശോധന കഴിഞ്ഞ് വീണ്ടും അവിടേക്ക് തന്നെ എത്തിച്ചു. അതിനുശേഷം തൊട്ടടുത്തുള്ള വിജനമായ ഒരു കാട്ടിലൂടെ പോയി അവിടെ വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ക്വാർട്ടേഴ്സാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടേക്ക് എത്തിക്കുകയായിരുന്നു. എന്നിട്ട് ഈ കുറ്റസമ്മത മൊഴി ഒപ്പിട്ട് നൽകാൻ വേണ്ടി ജിബിനോട് ആവശ്യപ്പെടുകയായിരുന്നു. തനിക്കത് കഴിയില്ല എന്നാവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് എന്നാണ് ജിബിൻ പറയുന്നത്. എന്തായാലും ഈ കോട്ടയം ജില്ലയിലെ ഒരു കേസിൽ ഈ ഇടുക്കി ജില്ലയിലെ പീരുമേട് കൊണ്ടുപോയി ഇത്തരത്തിൽ മർദ്ദിക്കേണ്ട പോയി ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടോ എന്നതും സ്വാഭാവികമായി എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ ജിബിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് പോലീസ് അതിൽ കാലതാമസം എടുത്തിട്ടാണെങ്കിലും അതിൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ റേഞ്ച് ഓഫീസർ അടക്കം 6 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അതേസമയം ഈ മ്ലാവിനെ കൊന്ന കേസിൽ ഇപ്പോഴും അവരുടെ വനംവകുപ്പിന്റെ നടപടികൾ ഒരു ഭാഗത്ത് തുടരുന്നുമുണ്ട്. ഈ ബുധനാഴ്ച വീണ്ടും മുക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടി ജിബിന് നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. ഇതിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ആക്രമണം നേരിടേണ്ടി വന്നത്. അത് പിന്നീട് പോലീസ് ഇതിന്റെ തെളിവെടുപ്പിന്റെ ഭാഗമായി ജിബിൻ ജോസിനെയും കൊണ്ട് ഈ സ്ഥലത്തേക്ക് പോയപ്പോൾ ജിബിനും ഒപ്പം ഉണ്ടായിരുന്നവരും കൂടി ചിത്രീകരിച്ച ദൃശ്യമാണ്. അത്തരത്തിൽ ഒരു ഫോറസ്റ്റ് സ്റ്റേഷന്റെ അടുത്ത് നിന്ന് ഏതാണ്ട് കാട്ടിലൂടെ അകത്തോട്ട് കയറി വിജനമായ ഒരു സ്ഥലത്തേക്ക് എത്തിച്ച് അവിടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ക്വാർട്ടേഴ്സ്, അവിടെ ഇത്തരത്തിൽ അവരുടെ വസ്ത്രങ്ങളടക്കം സൂക്ഷിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത്തരം ഒരു സ്ഥലത്തെത്തിച്ചാണ് ഇത്തരം മർദ്ദനം ഉണ്ടായത്. ഇത്തരത്തിൽ അടിവയറ്റിൽ ചവിട്ടി, അതോടൊപ്പം തന്നെ ചെവിയിൽ അടിച്ചു. ഇത്തരത്തിൽ ഗുരുതരമായി തന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് പരാതി പറയുന്നത്. എന്തായാലും ഇപ്പോൾ പീരുമേട് പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.